പണ്ടൊക്കെ നമ്മൾ താമസിക്കുന്നത് സിറ്റിയിലാണ് അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലാണ്, ഒരു ടൗണിലാണെന്നെല്ലാം പറയുന്നത് വളരെ 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 പ്രൗഢി ആയിരുന്നു. അതോടൊപ്പം തന്നെ സൗകര്യങ്ങളും സന്തോഷവും എല്ലാം അടുത്തടുത്തായിരുന്നു അല്ലെ. വളരെ കംഫർട്ടായിരുന്നു നമ്മൾ ആ ഒരു ജീവിതത്തിനോട്, ഗ്രാമത്തിൽ നിന്നെല്ലാം. പക്ഷെ ഇപ്പോ വരുന്ന ഈ വർഷങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുന്ന സാഹചര്യങ്ങളെല്ലാം ടൗണിൽ നിന്നും ആൾക്കാർ ഓടി ഒളിക്കുകയാണ്. എങ്ങോട്ട്? ഗ്രാമങ്ങളിലേക്ക്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഡൽഹി അല്ലെ, നമ്മുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഡൽഹിയുടെ അവസ്ഥ നമുക്കിപ്പോ അറിയാം. 12,000 പേരാണ് ഒരു വർഷം മരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ജസ്റ്റ് അവർ ഇൻഹേൽ ചെയ്യുന്നതോടെ നമുക്ക് ഭക്ഷണമില്ല വെള്ളമില്ലാണ്ട് നമുക്ക് ജീവിക്കാം. പക്ഷെ പ്രാണവായു ഇല്ലാണ്ട് നമുക്ക് എത്ര നേരം നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഉള്ളിൽ പോകുന്ന ആ ഒരു ഓക്സിജന്റെ ഒപ്പം തന്നെ ഉള്ളത് കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, പെട്രോളിയം മെറ്റൽ, ലെഡ്, ഇതുപോലത്തെ പൊല്യൂട്ടൻസ് ആണ് നമ്മുടെ 2-2.5 കോടി 3 കോടി അല്ലെങ്കിൽ ജീവിതാവസാനം വരെ നമ്മൾ ജോലിയെടുത്ത് ആ ഒരു പണം കൊടുത്ത് മേടിക്കുന്ന ആ ഒരു ഫ്ലാറ്റിനുള്ളിലാണെങ്കിൽ പോലും നമ്മളെ തേടി വരുന്നത്. ഇപ്പൊ പ്രത്യക്ഷത്തിൽ ഇവിടെ വേറെ പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇൻഹേൽ ചെയ്യുമ്പോൾ കെമിക്കൽ ഫീൽ ഇല്ല. പക്ഷെ ബ്രഹ്മപുരത്ത് തീ പിടിച്ച ആ ഒരു സമയം ഓർമ്മ വേണം, നമുക്ക് മാസ്ക് വെക്കാണ്ട് പറ്റില്ലായിരുന്നു. അതോടൊപ്പം തന്നെ വളരെ പൊല്യൂഷൻ, പർട്ടിക്കുലർ മെറ്ററിന്റെ അളവ് കൂടുന്നു. അപ്പോഴെല്ലാം നമുക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ ആ ഒരു സ്റ്റേജ്, അത് ബ്രഹ്മപുരത്ത് തീ പിടിച്ചുകൊണ്ട് മാത്രമാണ്. ആ ഒരു സ്റ്റേജ് കണ്ടിന്യൂസ്, അതായത് നമ്മൾ ഈ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മൾ കൊച്ചി ജീവിക്കുന്ന ആ ഒരു സമയം കംപ്ലീറ്റ് ആ ഒരു സിറ്റുവേഷൻ ആവുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു അവസ്ഥയാണ് നമ്മുടെ ക്യാപിറ്റൽ സിറ്റി ഡൽഹിയിൽ ഇപ്പൊ അനുഭവിച്ചു വരുന്നത്. അതായത് അവിടെ ജസ്റ്റ് ഒരു ദിവസം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ദിവസം നമ്മളൊന്ന് ലെങ്സ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ 40 സിഗരറ്റ് വലിച്ചോ നിങ്ങളെന്ന് ഡോക്ടർ ചോദിക്കും. കാരണം അത്രക്ക് പൊല്യൂട്ടൻസ് നടന്നിട്ടുണ്ടാവും നമ്മുടെ ലെങ്സിന്റെ ഉള്ളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ അവരുടെ വളർന്നു വരുന്ന ഒരു പ്രായത്തിൽ അവർ കഴിക്കുന്നത് വിഷം, അവർ ശ്വസിക്കുന്നത് വിഷം. അപ്പോൾ അവരുടെ ഗ്രോയിങ് പീരീഡ് ആണെങ്കിൽ പോലും അത്രയും വേസ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു സാഹചര്യം മുമ്പോട്ട് പോയാൽ നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ. ഡൽഹിയിൽ 2016 തൊട്ടാണ് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ അവർ ഫീൽ ചെയ്ത് തുടങ്ങിയത് ഈ ഒരു ഇഷ്യൂസ്. എയർ പൊല്യൂഷൻ. ഇപ്പോൾ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഡൽഹിയിൽ എത്തിയിരിക്കുന്നത് വളരെ 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 ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. ആ ഒരു അവസ്ഥ കൊച്ചിയിലേക്ക് എത്താൻ അധികം സമയമൊന്നും വേണ്ട. ഇപ്പോ ഡൽഹിയിൽ 2002 മെട്രോ വന്നത്, കൊച്ചിയിൽ 2017. അത്രയും ഗ്യാപ്പ് പോലും വേണ്ട ഈ ഒരു എയർ പൊല്യൂഷൻ ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് കൊച്ചിനെ കീഴ്പ്പെടുത്താൻ. അപ്പോൾ അന്ന് ഒരു റിലാക്സ് ഫോറസ്റ്റ് കമ്പനി ആ ഒരു ഡൽഹിനെ ഈ ഒരു പ്രശ്നം അറിഞ്ഞിട്ട് സോൾവ് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ ഡൽഹി ഇത്രയും പ്രശ്നത്തിലേക്ക് പോകില്ലായിരുന്നു. പക്ഷെ കൊച്ചിയെ രക്ഷിക്കാൻ ഞങ്ങളുണ്ട്, റിലാക്സ് ഫോറസ്റ്റ് എഫോറസ്റ്റേഷൻ കമ്പനി. ഞങ്ങൾ നിങ്ങളുടെ ഫ്ലാറ്റിലാണെങ്കിലും വീടുകളിലാണെങ്കിലും ഒഴിഞ്ഞു നടക്കുന്ന ഏത് സ്ഥലത്തും വലിയ വലിയ ഘോരമായിട്ടുള്ള വനങ്ങൾ തീർത്തു തരും. ആ ഒരു വനങ്ങൾ ഇവിടുത്തെ എല്ലാ പൊല്യൂട്ടൻസിനെയും ഫിൽട്ടർ ചെയ്ത് നല്ലൊരു ഫോറസ്റ്റ് ബാത്തിങ്ങിന്റെ എല്ലാവിധ ബെനിഫിറ്റ്സും ഒക്കെ ചെയ്ത് നിങ്ങളെ രക്ഷിക്കും. ഇപ്പൊ ചിന്തിച്ചാൽ നമുക്ക് ആ ഒരു പ്രശ്നമില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റും.